ഭാഷാ നയത്തിൽ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഈ ഒരു പോര് രൂക്ഷമായിരിക്കെ സംസ്ഥാന ബജറ്റിൽ രൂപ ചിഹ്നം ഒഴിവാക്കി തമിഴ്നാട് സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. പകരം തമിഴ് അക്ഷരം ഉപയോഗിച്ചാണ് രൂപയുടെ ചിഹ്നത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. തമിഴ് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ ഈ ഒരു തീരുമാനം എന്തുദ്ദേശത്തിലാണ്? എന്താണ് സാർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? അതിനകത്ത് ഒരു രാഷ്ട്രീയം കളിക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ധ്രുവീകരണ രാഷ്ട്രീയം. അതായത് അവിടുത്തെ ആൾക്കാരുടെ തമിഴന്മാർക്ക് ഈ ഒരു വികാരം, അല്ലെങ്കിൽ തമിഴ് ജനത എന്നുള്ള വികാരം, അവരുടെ ഭാഷ എന്നുള്ള വികാരം വളരെ കൂടുതൽ അല്ലെങ്കിൽ വളരെ വലിപ്പത്തിൽ പുറകോട്ട് അവരിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വികാരമാണ്. അപ്പൊ അതിനകത്ത് തമിഴന്മാരെ അല്ലെങ്കിൽ തമിഴ് വേണ്ട, അല്ലെങ്കിൽ ആ ഭാഷ കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണ ആൾക്കാരുടെ ഇടയിൽ പരത്തുന്നതിന് വേണ്ടിയാണ്. അതായത് തമിഴ് എന്ന ഭാഷയെ കേന്ദ്രം അംഗീകരിക്കുന്നില്ല, ഈ തമിഴ്നാടിനെ അല്ലെങ്കിൽ ആ ഭാഷയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പൊളിറ്റിക്സ് ആണ് സ്റ്റാലിൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിനകത്ത് ഈ പറയുന്ന പോലെ തമിഴ് പഠിപ്പിക്കേണ്ടെന്നോ, തമിഴ് അവരുടെ ഭാഷയല്ലെന്നോ, തമിഴിനെ കുറച്ച് കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഏറ്റവും പഴക്കമുള്ള ഭാഷയായിട്ട് തമിഴിനെ അംഗീകരിക്കുന്നതിനോ ഒന്നും വ്യത്യാസം വരുത്തിയിട്ടില്ല. അതായത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഹിന്ദി കൂടി പഠിക്കണം. കാരണം ഏതൊരു രാജ്യത്തിനും ആ രാജ്യത്തിന് പൊതുവായിട്ടൊരു ഭാഷ ഉണ്ടാവുന്നല്ല. അമേരിക്കയ്ക്ക് ഭാഷയുണ്ടല്ലോ, ഇംഗ്ലീഷ്. അത് പഠിക്കാൻ ഈ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർക്ക് സാധിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അതിനകത്തൊരു കുഴപ്പവുമില്ലല്ലോ. ഒരു ഹിന്ദി കൂടി പഠിക്കണം. കാരണം നമ്മുടെ രാജ്യത്ത് ഇപ്പം മനസ്സിലാവുന്നത് 2011 കണക്കനുസരിച്ച് 43% പേര് ഇന്ത്യയിൽ ഹിന്ദി ഭാഷയാണ് സംസാരിക്കുന്നത്. അതിനകത്ത് ഏതാണ്ട് മറാഠി 6%, ബംഗാളി 8%, അല്ലെങ്കിൽ തമിഴ് 5%, മലയാളം 2% എന്നൊക്കെയുള്ള കണക്കാവരുത്. അപ്പൊ 43% 2011 സെൻസസ് അനുസരിച്ച് വരുമ്പോൾ ഇപ്പൊ ഏതാണ്ട് ഞാൻ പോലും ബുദ്ധിമുട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ കേരളത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി, ഇപ്പൊ കേരളത്തിൽ മറ്റു ഭാഷയിൽ ബംഗാളിൽ നിന്ന് വരുന്നവരും ആസാമിൽ നിന്ന് വരുന്നവരും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ അവരുമായിട്ടുള്ള ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് നമ്മൾക്ക് ഹിന്ദി വേണ്ട രീതിയിൽ പറയാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. വളരെ കാലം കൊണ്ട് ഹിന്ദി പറയാൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, വ്യക്തിപരമായിട്ട് പറയാം, ഞാൻ പോലും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം ഒരു ഭാഷ, കാരണം തമിഴിനെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ചെന്നാൽ അവന് ഹിന്ദി പറയാൻ അറിയാമെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി ആവുമ്പോഴും ആ സംസ്ഥാനത്ത് വേറെ ഗുജറാത്തി എന്നാൽ ഗുജറാത്തി ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാമെങ്കിലും, അപ്പൊ ഇന്ത്യയിൽ ഉടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഇന്ത്യക്കാർക്ക് ഭാഷയുടെ പ്രശ്നമില്ലാതെ പരസ്പരം സംവദിക്കുന്നതിനും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നടത്തുന്നതിനും ഒക്കെ സാധിക്കുമ്പോൾ അത്തരത്തിൽ വേണ്ട അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള തമിഴന്മാരെ എന്നും ഈ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ അവരുടെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വികാരം അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇപ്പൊ നടക്കുന്നത്. പണ്ട് ഈ പറയുന്നത് പോലെ ബീഹാർ മുഖ്യമന്ത്രി ലാലു ആയിരുന്നപ്പോൾ, ലാലു അബദ്ധത്തിൽ പറഞ്ഞ, ലാലുവിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിനകത്ത് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ഇവിടെ റോഡുകളും സ്കൂളുകളും ഒക്കെ എന്താണ് അല്ലെങ്കിൽ നന്നാക്കാത്തത്, അത് വളരെ മോശമായിട്ട് കിടക്കുന്നുള്ളൂ, മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു കാര്യമേ ഇല്ലല്ലോ, വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന ഒരു അവസ്ഥയില്ലല്ലോ, റോഡുകൾ സഞ്ചാരയോഗ്യമല്ലല്ലോ, മുഖ്യമന്ത്രി പോലും സഞ്ചരിക്കുന്ന വാഹനം ജീപ്പ് പോലെയുള്ള വാഹനമാണെന്ന് ചോദിച്ചപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത്, റോഡും സ്കൂളും ഒക്കെ വന്നാൽ ആൾക്കാർക്ക് ബോധം വരും, ബോധം വന്നാൽ എനിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ പിന്നെ വോട്ട് ചെയ്യാതെ വരും. അപ്പം ഇതേ രീതിയിലൊരു കൺസെപ്റ്റ് ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ വികാരങ്ങളിൽ കുഴിച്ചുമൂടി ആൾക്കാരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, സ്റ്റാലിൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ നിങ്ങൾക്കറിയാലോ സനാതന ധർമ്മം ഇന്ത്യയിലെ, അതിനെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ സനാതന ധർമ്മം പാടില്ല, അതിനെ ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ ദേശീയത ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിവാദമാക്കിക്കൊണ്ട് സ്റ്റാലിന്റെ മകനും ഒക്കെ വന്നു, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നു. ഈ ഏറ്റവും കൂടുതൽ ഈ ദേശീയത അല്ലെങ്കിൽ ദേശീയതയുടെ ചിഹ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനമാണ് ഈ പറയുന്നത് പോലെ തമിഴ്നാട്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇവര് പറയുമ്പോൾ, ഇവര് ഭരിക്കുമ്പോൾ, ഇവര് ഈ ദ്രാവിഡ സംസ്കാരത്തെ ഉയർത്തി കാണിക്കുമ്പോൾ അവിടെ ഈ ഹിന്ദു സംസ്കാരം ഏറ്റവും ഉയർത്തിപ്പിടിച്ചു. നിങ്ങൾക്കറിയാലോ മുരുകൻ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ എത്രയുണ്ട്, അവിടുത്തെ അമ്പലങ്ങളെ പറ്റി അറിയത്തില്ല, സംസ്കാരത്തെ പറ്റി. ഇപ്പൊ ഇതിനെയൊക്കെ മൂടി വെച്ചിട്ട് വേറെ ചില വികാരങ്ങൾ അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നു. മാത്രമല്ല ഒരു വിഭജനത്തിന്റെ ഭാഷയല്ലേ ഇപ്പൊ ഇത്. റുപ്യ മാറ്റിയിട്ട് പുള്ളി സന്നദ്ധാൻ ഒരു രാജ്യത്തിന്റെ കൂട്ടത്തിൽ ചിഹ്നം ഉണ്ടാക്കുക, എന്നിട്ട് അത് പ്രചരിപ്പിക്കുക.
അത്തരത്തിൽ ഇന്ത്യയുടെ മുദ്രകൾ മാറ്റുക. അപ്പൊ അതിനകത്തുണ്ട് ഞങ്ങൾ എന്തും ചെയ്തു, ഞങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമല്ലെന്ന് ഈ പലവട്ടം പറയുന്നതിന് കൂടി ഈ ഭാഷയുടെ വിഷയം വന്നപ്പോൾ ഒരു വട്ടം കൂടി അദ്ദേഹം ഉയർത്തി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ ഒരു കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന പഴയ ഒരു മുദ്രാവാക്യം ഇപ്പൊ ഇന്ത്യയിലുടനീളം അത്ര പ്രസക്തമല്ലാതാവുമ്പോൾ, അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ പുറകോട്ട് വരുമ്പോൾ, ഏറ്റവും അവസാനം നമ്മൾക്ക് മനസ്സിലാവുന്നത് ആ കട്ടിംഗ് സൗത്തിന്റെ ഏറ്റവും അവസാനത്തെ ആളായിട്ട്, അല്ലെങ്കിൽ ആ ഭാഷ, ആ മുദ്രാവാക്യം, കട്ടിംഗ് സൗത്ത് മുദ്രാവാക്യം ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് ഒരുപക്ഷെ സ്റ്റാലിനും സ്റ്റാലിന്റെ മകനും സ്റ്റാലിന്റെ പാർട്ടിയും ഒക്കെയാണ്. അത് ആദ്യം ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് കൊലവട്ടം ഇപ്പൊ ഇദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു, ഇന്ത്യക്കകത്ത് ഞങ്ങളുടെ കാര്യങ്ങൾ, തീരുമാനങ്ങൾ ഇപ്പൊ ഏറ്റവും അവസാനം ഈ ഭാഷയുടെ കാര്യത്തിൽ വന്നാൽ ഇന്ത്യ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ കാണിച്ചു തരാം, നികുതി അടയ്ക്കത്തില്ല. ഫെഡറൽ സംവിധാനത്തിൽ നിൽക്കുന്ന തമിഴ്നാട് പോലെയല്ല ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തിനകത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രി കേന്ദ്രത്തിന് നികുതി അടയ്ക്കത്തില്ല എന്ന് പറയുമ്പോൾ കേന്ദ്രത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ ഒരു സംസാരം, അല്ലെങ്കിൽ ഒരു വിഭജനം, അല്ലെങ്കിൽ തമിഴ്നാട് ഇന്ത്യയുടെ ഭാഗമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു, തമിഴന്മാരെ വിരട്ടണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പൊ ഇതിനൊരു വിഭജനത്തിന്റെ ഭാഷയുണ്ട്. നേരത്തെ ഈ ജോർജ് സോറോസുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് ഇവിടെ കട്ടിംഗ് സൗത്ത് അല്ലെ ഇന്ത്യ വിഭജനത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് ഈ കട്ടിംഗ് സൗത്ത് എന്ന രീതിയിൽ വന്നപ്പോൾ അന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി കണ്ട ഇന്ത്യയിലെ നേതാക്കന്മാരല്ലെങ്കിൽ കട്ടിംഗ് സൗത്തിന് വേണ്ടി കണ്ട നേതാക്കന്മാരിൽ പറയുന്ന പേര് സ്റ്റാലിന്റെ ഉണ്ട്, ഈ പറയുന്ന റേവന്ത് റെഡ്ഡിയുടെ ഉണ്ട്. അപ്പൊ അന്ന് പറഞ്ഞിരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ ആൾക്കാരാണ് ഇന്ത്യ ഭരിക്കുന്ന, അവരുടെ പാർട്ടിയാണ് BJP. ആ BJP വടക്കേ ഇന്ത്യയിൽ മാത്രം നിന്നോട്ട് ഇങ്ങോട്ട് BJPക്ക് കടന്നു കയറാൻ പറ്റാത്ത ഒരു ഇന്ത്യ ഉണ്ട്. ആ ഇന്ത്യയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇന്ത്യ. ആ ഇന്ത്യ മറ്റേ ഇന്ത്യയുമായിട്ട് മാറി നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ആലോചിച്ചു പോകുന്ന രീതിയുണ്ട്. അതായത് ഇന്ത്യ വിഭജനത്തിന് ഒരു കുറുക്കുവഴി ഉപയോഗിച്ചു. ആ കുറുക്കുവഴിക്ക് അറിഞ്ഞുകൊണ്ട് കൂട്ടുനിൽക്കുന്ന നേതാക്കന്മാരായിട്ട് മാറുന്ന സ്റ്റാലിൻ, അതായത് പലവട്ടം സനാതന ധർമ്മം, ഇന്ത്യൻ സംസ്കാരം ഞങ്ങൾക്ക് വേണ്ട, അത് തെറ്റാണ്, അത് കുഴിച്ചു മൂടണം. അല്ലെങ്കിൽ ഇപ്പൊ ഭാഷ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ പരീക്ഷകൾ ഹിന്ദിയിലാണെങ്കിൽ ഇവരെങ്ങനെ എഴുതും? അല്ലെങ്കിൽ തന്നെ ഈ സ്റ്റാലിൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ അവിടെ ഹിന്ദി സ്കൂളുകൾ നടത്തുന്നുണ്ട്. വളരെ വലിയ ഇത് ഫീസ് മേടിച്ചോണ്ട്, 50,000 രൂപ വരെ ഫീസ് മേടിച്ചോണ്ട് സ്റ്റാലിന്റെ കെയർ ഓഫിൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ ഉള്ളവരുടെ മാനേജ്മെന്റിൽ അവിടെ നടത്തുന്നത് എന്താ? അപ്പൊ വലിയവന് മാത്രം ഹിന്ദി പഠിച്ചാൽ മതിയോ? അല്ലെങ്കിൽ അവർക്ക് എന്താ ഹിന്ദി പഠിക്കുന്നതിനകത്ത് എതിർപ്പ് നിൽക്കാത്തത്? അപ്പൊ സാധാരണക്കാരനെ ഇപ്പൊ നിൽക്കുന്ന ഒരു അടിമ ഉടമ സംവിധാനത്തിലാണ് ഈ പറയുന്നത് പോലെ തമിഴ്നാട് പോകുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ വീഡിയോ കൊടുത്തും, അല്ലെങ്കിൽ TV കൊടുത്തും, മിക്സി കൊടുത്തും ഒക്കെ വോട്ട് മേടിക്കുന്നു. അവൻ എന്തിനു വേണ്ടി ജനാധിപത്യം എന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ ഫ്രീ ബീസ് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്ന സംസ്ഥാനം. അപ്പൊ അവരെ ഒരു പരിധിക്കപ്പുറം സാമ്പത്തികമായിട്ടും, അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടും, വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ഉയർത്താതിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അതിനുവേണ്ടി തമിഴ്നാട് എന്നുള്ള വികാരം കുത്തിവെക്കുന്നു, അല്ലെങ്കിൽ ഭാഷയുടെ വികാരം കുത്തിവെക്കുന്നു, തെറ്റിദ്ധാരണ പരത്തുന്നു. അത് അല്ലെങ്കിൽ ഇന്ത്യ വിഭജന ഭാഗമായിട്ട് നിൽക്കുന്നതിന് ഇത് വേറെ രീതിയിൽ ഉപയോഗിക്കുന്നു. ഈ പറയുന്ന സ്റ്റാലിൻ ഈ പറയുന്ന സനാതന ധർമ്മത്തെയും അല്ലെങ്കിൽ ഹിന്ദിയെയും ഒക്കെ മാറ്റി പറയുമ്പോൾ, ഇന്ത്യയുടെ ഭാഗമല്ലാതെ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടൊരു വിഭജനത്തിന്റെ ഭാഗം പറയുമ്പോൾ, പണ്ട് നമ്മൾ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഈ പറഞ്ഞതും, റേവന്ത് റെഡ്ഡി പറഞ്ഞതും, ഇപ്പൊ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ പറയുന്നതും, കമലഹാസൻ പറയുന്നതും, ഏറ്റവും അവസാനം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വിജയ് ഒരു തൊപ്പിയും എടുത്തു വെച്ച്, അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനെയും അല്ലെങ്കിൽ മുസ്ലിങ്ങളെയും കൂടെ ഒന്നിച്ചു കൂട്ടി അത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന് അധികാരത്തിൽ വരാൻ ശ്രമിക്കുമ്പോൾ, അതിനകത്തും ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു നീക്കം, അത്തരത്തിലൊരു സംവിധാനം ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് എതിരെ നിൽക്കുന്ന ഒരു ഭാഗമായിട്ട് ഇപ്പം വരുന്നുണ്ട്. അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നത് വെളിയിൽ നിന്നുള്ള ചില ശക്തികളാണെന്ന് ഇന്ത്യ ഗവൺമെന്റ് മനസ്സിലായിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ PFI-കാരനും SDPI-കാരനും ഒക്കെ ഏറ്റവും കൂടുതൽ എടുത്ത് അവനെ കൂട്ടുപിടിച്ച് പുതിയൊരു കൂട്ടായ്മ, അതായത് ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റിന്റെ കൂട്ടായ്മയോട് കൂടി ഉള്ള ഒരു നീക്കമാണ് ഈ പറയുന്ന വിജയ് നടത്തുന്നത്. വിജയും പറയുന്നു അവിടെ ഹിന്ദി വേണ്ട, കമലഹാസനും പറയുന്നു ഹിന്ദി വേണ്ട, സ്റ്റാലിനും പറയുന്നു ഹിന്ദി വേണ്ട. ഇവരുടെ എല്ലാം ഭാഷ ഒന്നാണ്. അതായത് അവിടെ ദേശീയതയുടെ ഭാഷയും, അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ദേശീയത എത്രത്തോളം വരണം, അല്ലെങ്കിൽ അതിനെത്ര പങ്കുണ്ട്, ഇവിടെ ഉള്ള ആൾക്കാർ എങ്ങനെ നിൽക്കണമെന്ന്
ഈ പറയുന്ന അണ്ണാമല ഉൾപ്പെടെ ഉള്ളവർ ഒരു രാഷ്ട്രീയം കളിച്ചപ്പോൾ ആ രാഷ്ട്രീയത്തിനകത്ത് അവിടെ BJPക്ക് ഒരു വളർച്ച ഉണ്ടായപ്പോൾ അവിടുത്തെ ദ്രാവിഡ സംസ്കാരം ഉയർത്തിക്കാണിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത തമിഴൻ വികാരം ഉയർത്തിക്കാണിച്ച് ആൾക്കാരെ പറ്റിച്ച് അവിടെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതി വന്നപ്പോൾ ആ രീതിയെ മറികടക്കുന്ന അല്ലെങ്കിൽ ആ രീതി വന്നപ്പോൾ ആ രീതിയെ മറികടക്കുന്നതിന് വേണ്ടി സ്റ്റാലിൻ ഉപയോഗിക്കുന്ന ഭാഷയാണ്. അതായത് തമിഴന്മാർ മാറുന്നു, ഇവരുടെ ദ്രാവിഡ സംസ്കാരവും ഇവരുടെ ആവശ്യമില്ലാത്ത ഈ പറയുന്ന ധ്രുവീകരണവും ഒന്നും ഏൽക്കാതെ ദേശീയതയിലേക്കും അല്ലെങ്കിൽ ദേശീയതയാണ് ശരി, അത്തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നടപടികളാണ് ശരി, അതാണ് ഞങ്ങളുടെ പുരോഗതിക്കും ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഞങ്ങളുടെ നേട്ടത്തിനുമൊക്കെ കാരണം, ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഞങ്ങൾക്ക് ഫ്രീ ബീസ് തന്നിട്ട് ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ പണം കൊള്ളയടിച്ച് വീർക്കുന്ന ഒരു പാർട്ടിയാണെന്നുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തി പോകുന്നതിന് അണ്ണാമലയ്ക്ക് കഴിയുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു പുകമകർ സൃഷ്ടിച്ച് തമിഴിൽ നിന്നുള്ള വികാരം കൊണ്ടുവന്ന് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് അവരെ വീണ്ടും അവരുടെ വരുതിക്ക് നിർത്തുന്നതിന് വേണ്ടി ഒരു പൊളിറ്റിക്സ് ആണ്, ഒരു പിളർത്തൽ രാഷ്ട്രീയം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കട്ടിംഗ് സൗത്ത് രാഷ്ട്രീയം, അത് വീണ്ടും ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നതിന് സ്റ്റാലിൻ ശ്രമിക്കുന്നു. ഭാരതത്തിനകത്ത് ഒരു വിഭജന രാഷ്ട്രീയത്തിന് വേണ്ടി സ്റ്റാലിൻ ശ്രമിക്കുന്നു. അതിനകത്ത് തമിഴ്നാട്ടിൽ ഉള്ളതുപോലെ തന്നെ സ്റ്റാലിനെ സഹായിക്കുന്നതിന് വേണ്ടി ഈ വിഭജന രാഷ്ട്രീയത്തിനകത്ത് നിൽക്കുന്ന ആൾക്കാരുടെ കൃത്യമായ സപ്പോർട്ടുണ്ട്. അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അവർ മുടക്കുന്ന പൈസ വളരെ കൃത്യമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊള്ളയടിക്കുന്നത് പോലെ അവരിൽ നിന്നും സ്റ്റാലിൻ മേടിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്കാണ് സ്റ്റാലിന്റെ പോക്ക്. ഏതായാലും ഇന്ത്യക്കെതിരെയുള്ള ഒരു യുദ്ധമാണ്. ഒന്നും ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല, തമിഴ് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല, തമിഴ് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ടില്ല. അവിടുത്തെ സാധാരണക്കാരനെ ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടി അവന്റെ പുരോഗതിക്കും തമിഴ് പഠിപ്പിക്കുന്നതിന്റെ കൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഹിന്ദി കൂടി പഠിച്ചു പോകട്ടെ എന്ന് പറഞ്ഞതിനാണ് ഈ തെറ്റിദ്ധാരണ പരത്തിയുള്ള സമരവും അല്ലെങ്കിൽ ഇന്ത്യയുടെ മുദ്രകളെ വലിച്ചെറിഞ്ഞുള്ള ഒരു സമരമൊക്കെ നടത്തുന്നത്. ഏതായാലും സ്റ്റാലിന്റെ രാഷ്ട്രീയം ഇന്ത്യ വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ്, ഇന്ത്യക്കെതിരെയുള്ള രാഷ്ട്രീയമാണ്, ശത്രുക്കൾ താല്പര്യപ്പെടുന്ന രാഷ്ട്രീയമാണ്, അവർ ഇന്ത്യയിൽ നടത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയമാണ്. അതിന്റെ വ്യക്തമായിട്ട് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവൊക്കെ തെളിഞ്ഞു നിന്നപ്പോൾ ഏറ്റവും പ്രത്യക്ഷത്തിൽ ഭാഷയുടെ പേരിൽ അതിന്റെ ശക്തമായ വ്യക്തമായിട്ട് നിൽക്കുന്ന ആൾ ഇന്ന് ഇന്ത്യയിൽ സ്റ്റാലിൻ ആണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.